വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഉന്നയിച്ചത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. തെളിവുകൾ ചോദിച്ചിട്ട് ലഭ്യമാക്കിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ ആക്ഷേപമുണ്ടെങ്കിൽ 45 ദിവസത്തിനകം കോടതിയെ സമീപിക്കാം എന്നിരിക്കെ ഇപ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പിന്നിലെ വികാരം രാജ്യത്തെ ജനങ്ങൾക്ക് അറിയാമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കി. 7 ദിവസത്തിനകം ആരോപണങ്ങൾ ഉന്നയിച്ചതിൽ സത്യവാങ്മൂലം നൽകാത്ത പക്ഷം രാജ്യത്തെ ജനങ്ങളോട് രാഹുൽ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് ജ്ഞാനേഷ് കുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തോക്ക് ചൂണ്ടി സമ്മർദ്ദത്തിൽ ആഴ്ത്താമെന്ന് കരുതേണ്ടെന്നും കൂട്ടിച്ചേർത്തു. ചെയ്ത എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒരേപോലെയാണ് കാണുന്നതെന്ന് വ്യക്തമാക്കിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എല്ലാവർക്കും വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാതിൽ സദാസമയവും തുറന്നിട്ടിരിക്കുന്നതായും പറഞ്ഞു. ബീഹാറിലെ 7 കോടിയിലധികം വോട്ടർമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊപ്പം നിൽക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയനിലയിൽ നിർത്താനാകില്ല. അതേസമയം രാഹുൽ വോട്ടർമാരുടെ ഫോട്ടോകൾ അവരുടെ അനുമതിയില്ലാതെ ദുരുപയോഗം ചെയ്തതായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തുറന്നടിച്ചു. कई मतदाताओं की फोटो उनकी अनुमति के बिना मीडिया के समक्ष रखी गई, उनके ऊपर आरोप लगाए गए, उनका इस्तेमाल किया गया. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ 1 കോടിയിലധികം ഉദ്യോഗസ്ഥരും 10 ലക്ഷത്തിലധികം ബൂത്ത് ലെവൽ ഏജന്റുമാരും 20 ലക്ഷത്തിലധികം പോളിംഗ് ഏജന്റുമാരും ഒരുമിച്ചാണ് പ്രവർത്തിച്ചത്. സുതാര്യമായ പ്രക്രിയയിൽ എങ്ങനെ വോട്ട് മോഷ്ടിക്കാൻ സാധിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചോദിച്ചു. ഫലപ്രഖ്യാപനത്തിന് ശേഷം 45 ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്ത് ഹർജി നൽകാൻ അവസരമുണ്ടെന്നിരിക്കെ വിനിയോഗിച്ചില്ല. ഇപ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പിന്നിലെ ഉദ്ദേശം രാജ്യത്തെ ജനങ്ങൾക്ക് വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. റിട്ടർണിംഗ് ഓഫീസർ റിസൾട്ട് ഡിക്लेयर कर देता है, उसके बाद भी कानून में प्राविधान है कि आप 45 डेज के अंदर आप उच्च न्यायालय जाकर एक चुनावी याचिका दायर कर सकते हैं और चुनाव को चैलेंज कर सकते हैं. जब ये प्रक्रिया 45 दिन समाप्त हो जाते हैं, उसके बाद इस तरह के निराधार आरोप लगाना, चाहे वो केरल हो, चाहे वो कर्नाटक हो, चाहे वो बिहार हो. രാഹുലിന്റെ ആരോപണങ്ങളിൽ 7 ദിവസത്തിനകം സത്യവാങ്മൂലം നൽകണം. ഒന്നുകിൽ സത്യവാങ്മൂലം അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങളോട് രാഹുൽ മാപ്പ് പറയണം. 7 ദിവസത്തിനകം സത്യവാങ്മൂലം നൽകിയില്ലെങ്കിൽ രാഹുലിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് കരുതണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. आपके माध्यम से मैं ये भी कहना चाहता हूं, अगर 7 दिन में हलफनामा नहीं मिला तो इसका अर्थ ये सारे आरोप निराधार हैं. വോട്ടുകൊള്ള എന്ന കള്ളക്കഥയാണ് പ്രചരിപ്പിക്കുന്നത്. ഇരട്ട വോട്ടുകൾക്ക് തെളിവ് ചോദിച്ചിട്ട് മറുപടിയില്ല. വ്യാജ ആരോപണങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും വോട്ടർമാർക്കും ഭയമില്ല. എല്ലാ വിഭാഗത്തോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറച്ചു നിൽക്കുമെന്നും ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജ്ഞാനേഷ് കുമാർ കൂട്ടിച്ചേർത്തു. ജനം, ഡൽഹി.